കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫുൾ സെറ്റ് അയൺ ആർമർ ആവാൻ പോവുകയാണ്. ഫുൾ സെറ്റ് അയർനാന്ന് വെച്ചാൽ കുറേ മലയും പിന്നെ കേവൊക്കെ കണ്ടുപിടിച്ച് ആ കേവൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഞാൻ കുറേ കണ്ടുപിടിച്ച് അപ്പം നേരെ നമുക്ക് വീഡിയോക്ക് പോവാൻ തുടങ്ങാം. ഫുൾ സെറ്റ് ആർമർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ നമ്മളെ മഞ്ഞുമലയിലൊക്കെ കയറി നോക്കി അങ്ങനെ കുറേ കോളും കിട്ടിക്കഴിഞ്ഞൂടെ. ഞാൻ പിന്നെ ഇവിടെ ലീഫൊക്കെ വെച്ച് ഷീർ ഉണ്ടാക്കിയിട്ട് ലീഫൊക്കെ ഇവിടെ വെച്ച് ഞാൻ പിന്നെ താഴെ ഗുഹയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ താഴത്തെ ഗുഹയിൽ ഈ ഗുഹ പറഞ്ഞല്ലോ കേവ് ഈ കേവ് എവിടെ ഒരു കേവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഈ കേവ് നേരെ പോയി അടി കൂടെ ഈ കേവ് ഇവിടെ നിന്ന കേവ് വേറെ ഏതോ കേവുണ്ട്, വലിയ ജയൻ്റ് കേവാണ്. ആ കേവ് അവിടെ നിന്നിട്ട് ഞാൻ കുറേ അയണൊക്കെ എടുത്ത് സ്കൾട്ടൻ വരുന്നുമ്പോൾ എടുത്ത് പെട്ടെന്ന്, അല്ലെങ്കിൽ സ്കൾട്ടൻ വന്നതിന് കൊല്ലുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊക്കെ എടുത്ത് മലേൻ്റെ അവിടെ നിന്നൊക്കെ എടുത്ത് സെറ്റപ്പായി. ഞാൻ പിന്നെ ലാൻഡേണൊക്കെ എടുത്ത് വെച്ച് അയൺ ഇതിൽ കുറേ ഉണ്ട്, കുറേ സ്മെൽ 37 എണ്ണായി. ഇപ്പോൾ 37 എണ്ണായി. എനിക്കാണെങ്കിൽ രണ്ടാമത് ഒരെണ്ണം ഉണ്ടാക്കാറായി പകുതി. ഇനി നമുക്ക് കുറച്ച് സ്മെൽറ്റ് ചെയ്യാണ്ട് പെട്ടെന്ന് വുഡ് ഉണ്ടാക്കട്ടെ. നമ്മൾ ചെറുതായിട്ട് ഇവിടെ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. സ്മെൽറ്റിങ്ങിന് എനിക്ക് അതൊരു കുഴപ്പമില്ല. എൻ്റെ കോളൊക്കെ ഉണ്ട്, വുഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കോളുണ്ടല്ലോ പിന്നെ വുഡ് കുഴപ്പമില്ല. നമുക്ക് തലക്കാലം വരെയൊക്കെ ഫുഡില്ലാത്തോണ്ട കേസ്, അല്ലാതൊന്നുമില്ല. ഫുഡില്ലാത്തോണ്ട, ഫുഡ് ഉണ്ടെങ്കിൽ അങ്ങനൊന്നും ചെയ്യില്ല. ഫുഡില്ലാത്തോണ്ട അവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഫുള്ളും മഞ്ഞുമല തന്നെ, ഫുള്ളും മഞ്ഞ് തന്നെ. പിന്നെ ഒരു കുറച്ച് കേവുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ എമറാൾഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ എമറാൾഡ് എടുക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അതിന് നമ്മൾ അയേണ്ടതാണല്ലോ. അപ്പോൾ എമറാൾഡ് പൈസ എടുത്തില്ല. നമുക്ക് വേറെ എല്ലാതിനും അത് യൂസ് ആകുമ്പോൾ നമുക്ക് എടുക്കാം. മനസ്സിലായ നമുക്ക് നമ്മുടെ അയൺ ആർമറിക്ക് നേരെ ഷിഫ്റ്റ് ആവാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, ലെഗിൻസ് ഉണ്ടാക്കാം, ബൂട്ട്സ് ഉണ്ടാക്കാം. അങ്ങനെ അവസാനം ഫുള്ള് നെതറൈറ്റ് അല്ല, അവസാനം നമ്മൾ അയൺ ആർമർ ആയിട്ടുണ്ട്. നമുക്ക് ഡയമണ്ട് ആർമർക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് എത്രാമത്തെ എപ്പിസോഡിലാണ് അങ്ങനെ ഡയമണ്ട് ആർമറൊക്കെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹൈ ലെവല് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് അല്ല മൈൻ ചെയ്യാൻ ഞാൻ ഡയമണ്ട് മൈൻ ചെയ്യാൻ ആദ്യം പോയത്. പിന്നെ അല്ല അയൺ ആർമറായിട്ടൊരു ഡയമണ്ട് ആർമർ ആവണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നും ഇങ്ങോട്ട് തന്നെ കയറി വന്നു. പിന്നെ ഒരു ഫുഡ് ഫാർം ഉണ്ടാക്കണം. പിന്നെ കേസ് നമുക്ക് ഒരു കാര്യം ചെയ്യാണ്ട്, നമുക്കില്ലേ ഈ സ്ഥലം ഫുള്ളും ഞാൻ ഫാർമാക്കുമെന്ന് അറിയില്ലേ, ഈ സ്ഥലം ഫുള്ള് നിരത്താൻ പോവാണ്. അപ്പോൾ കുറേ ഡബിൾ ടെസ്റ്റും ഇതൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഞാൻ ഈ സ്ഥലമൊക്കെ നിരത്തും ബിൽഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഉണ്ടാക്കാം. മറ്റാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമൊന്നുമല്ലല്ലോ. ഇതാണെങ്കിൽ ഗ്രാസൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അധികം ഡിസൈൻസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളെ മെയിൻ സാധനം ഉണ്ടാക്കിയില്ല ഗൈസ്. ബാക്കിയൊക്കെ ഉണ്ടാക്കി, മെയിൻ സാധനം ഉണ്ടാക്കിയില്ല. അയൺ ആർമർ കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്?
ഷീൽഡ് ഇല്ലാതെ നമുക്ക് പറ്റൂല ഗൈസ്. ഷീൽഡ് ഇല്ലെങ്കിൽ നമ്മളെന്തായാലും ചാവും. പ്രത്യേകിച്ച് സ്കൾട്ടൻ, എനിക്ക് നല്ല പേടിയ സ്കൾട്ടൻ്റെ ഒരു അമ്പയർ മതി ഞാൻ ചാവാൻ. ഫുൾ നെതറൈറ്റ് ആർമറായി. ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും കുറച്ചുകൂടി മൈനിങ്ങിന് ഇറങ്ങുന്നുണ്ട്. അപ്പം ഫുൾ ഞാൻ അപ്പോൾ നെതറൈറ്റ് എന്ന് പറയണ അയൺ ആർമറായി. ഫുൾ നെതറൈറ്റ്. അടുത്ത എപ്പിസോഡിനാണ് അപ്പം നിരത്തിയെടുക്കണം. ഇവിടെ ഞാൻ അധികമൊന്നും വെച്ചിട്ടില്ല, വെക്കണം എന്നുണ്ട്, വെച്ചിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ച് ഇവിടെ മറ്റേ വെക്കാന്നാണ്, അവിടെ ഒന്നും വെക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ക്ലാസ്സൊക്കെ വരുമ്പോൾ രസം ഉണ്ടാവും എന്ന് വിചാരിച്ച് വെച്ചതാണ്. ഇനി കൊന്നു അവിടെ വല്ല നമ്മുടെ ഏത് ബയോമായിരുന്നു ഈ ആ ബയോമിൻ്റെ പേര് മറന്നുപോയി. അവിടെ നിറയെ മഷ്റൂം ബയോമി. അവിടെ നല്ല മഷ്റൂം കൗസ് വേണമില്ലേ? അതിൻ്റെ അടുത്ത് വല്ല ഉണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കാം. അതിൻ്റെ ഇല്ല. ഓക്കെ, ഫുള്ള് സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ ഈ ബെഡ്റൂം കൊണ്ട് വയ്ക്കാം. ഇവിടെ നിന്ന് തന്നെ വീഡിയോ കഴിപ്പിക്കാം. അപ്പം ഞാൻ ഹലോ ഗൈസ് നിങ്ങൾ പറയണേ. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.